Morning all. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഐ യൂസ് ലാംഗ്വേജിൻ്റെ ബാക്കി ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ എന്താണ്? ആക്ടിവിറ്റി 2 എന്താണ്? ഹിയർ ദ വേരിയസ് സ്റ്റേജസ് ഇൻവോൾവ്ഡ് ഇൻ ഫാമിംഗ്. Here are the various stages involved in farming. Pick the right sentence from the hints given in the jumbled order and write them in the spaces provided. അപ്പോൾ ഫാമിങ്ങിൻ്റെ കുറേ സ്റ്റെപ്സിൻ്റെ പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഏത് ഓർഡറിലാണ് വരിക, ഏത് സ്റ്റെപ്പാണ് ആദ്യം വരിക, ഏത് സ്റ്റെപ്പാണ് പിന്നെ വരിക, അത് നമ്മൾ ഓർഡറിൽ എഴുതണം. അപ്പോൾ ഇവിടെ ഹിൻറ്റ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് കാണുന്നത്? ഒരാളിങ്ങനെ ഒരു ബോക്സ് പോലത്തെ സംഭവം എടുത്തിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? അത് ഐ എം പ്രിറ്റി ഷുവർ വിൽ ബി സീഡ്സ് ആർ ചോസൻ. ഓക്കെ, സീഡ്സ് ആർ ചോസൻ. ആദ്യം എന്താണ്? സീഡ്സ് ചൂസ് ചെയ്യും. ഏത് സീഡ്സാണ് അവർക്ക്, ഏത് കുരുവാണ് അവർക്ക് ചൂസ് ചെയ്യേണ്ടത്, ഏത് കുരുവാണ് അവർക്ക് നടേണ്ടതെന്ന് അവർ ചൂസ് ചെയ്യും. അപ്പം നമ്പർ 1 സീഡ്സ് ആർ ചോസൻ. നമ്പർ 2 എന്താണ് ചെയ്യുന്നത്? നോക്ക്, സൺലൈറ്റ് എവിടെയാണ് ഉള്ളത് എന്നാണ് അവർ നോക്കുന്നത് സെക്കൻഡിൽ. അപ്പോൾ ആദ്യം സീഡ്സ് ചൂസ് ചെയ്തു. അതിനുശേഷം എന്താണ്? ഫീൽഡ് വിത്ത് ഡിറക്റ്റ് സൺലൈറ്റ് ഇസ് പിക്ഡ്. ഓക്കെ, ഫീൽഡ് വിത്ത് ഡിറക്റ്റ് സൺലൈറ്റ് നോക്കിയതിന് ശേഷം എന്താണ് ചെയ്യുന്നത്? സീഡ്സ് ആർ സോൺ ഇൻ ദ സോയിൽ. അപ്പോൾ ആദ്യം തന്നെ ഇവർ പിക്ചർ കാണുമ്പോൾ എന്താണ്? അവരാദ്യം ചൂസ് ചെയ്തു ഏത് സീഡ്സാണ്, ഏത് കുരുവാണ് നടേണ്ടത് എന്ന്. അതിനുശേഷം എവിടെയാണ് കൂടുതൽ സൺലൈറ്റ് കിട്ടുക എന്ന് നോക്കി. എന്നിട്ട് ആ ഫീൽഡ്, ആ ഒരു വയൽ അവർ ചൂസ് ചെയ്തു. അതിനുശേഷം എന്താണ്? ആ കുരുകളൊക്കെ എന്താണ്? അവർ നട്ടു. ഓക്കെ, അത് സോയിലിൻ്റെ മണ്ണിൻ്റെ ഉള്ളിൽ അവർ നട്ടു. അതിനുശേഷം എന്താണ്? ഇവിടെ എന്താ ചെയ്യുന്നത്? വെള്ളം ഒഴിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഈ വെള്ളം ഒഴിക്കുന്ന എന്ത് ഹിൻറ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്? ദ ഫീൽഡ് ഇസ് ഫിൽഡ് വിത്ത് 2 inches ഓഫ് വാട്ടർ. അപ്പോൾ 2 ഇഞ്ച് വരെ എന്താണ്? വെള്ളം കൊണ്ട് നിറച്ചു ആ ഫുൾ പോർഷൻ. അതിനുശേഷം എന്താണ്? ഈ പിക്ചറിൽ എന്താ നമ്മൾ കാണുന്നത്? അയാൾ സ്റ്റില്ലായി നിൽക്കുന്നതാണ്, അയാളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതെന്തായിരിക്കും? ദ വാട്ടർ ലെവൽ ഈസ് മെയിൻറ്റെയിൻഡ്. അപ്പോൾ ആദ്യം സീഡ്സ് ചൂസ് ചെയ്യുക, ആദ്യം എന്ത് കുരുകളാണ് നടേണ്ടതെന്ന് ചൂസ് ചെയ്യുക. അതിനുശേഷം എന്താണ്? സൺലൈറ്റ് ഏത് വയലിലാണ് വരിക എന്ന് ചൂസ് ചെയ്യുക. അതിനുശേഷം എന്താണ്? സീഡ്സ് എന്താണ്? സീഡ്സ് നടുക, അതായത് കുരുകൾ നടുക. നട്ടതിന് ശേഷം എന്താണ്? നെക്സ്റ്റ് എന്താണ്? വെള്ളം ഒഴിക്കുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് വെള്ളം, സൺലൈറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അതിനുശേഷം 2 ഇഞ്ച് വെള്ളം കൊണ്ട് നിറയ്ക്കുക. അപ്പോൾ ആ 2 ഇഞ്ച് വെള്ളം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം കുറേ സമയം വരെ. അതിനുശേഷം എന്താണ്? The plants are plucked and replanted, spacing them out to prevent crowding. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത്? കുറേ ആദ്യം ഇവരെന്താണ് ചെയ്തത്? നട്ടതിന് ശേഷം എന്താണ്? വെള്ളം ഒഴിച്ചു, വെള്ളം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. അതിനുശേഷം അവരെന്താണ് ചെയ്യുന്നത്? ആ നട്ട കുരുകളൊക്കെ എന്താണ്? അത് അവർ പറിച്ച് കളഞ്ഞിട്ട് എന്താണ്? ദൂരെ അത് പ്ലാന്റ് ചെയ്ത് വെച്ചു. ദൂരെ എന്തുകൊണ്ടാണ് പ്ലാന്റ് ചെയ്യുന്നത്? ക്രൗഡിങ് അവോയ്ഡ് ചെയ്യാൻ. ക്രൗഡിങ് എന്ന് പറയുമ്പം ഈ പ്ലാന്റ്സിൻ്റെ ഇടയിൽ, അതായത് സീഡ്സ് പ്ലാന്റ് ചെയ്ത സ്ഥലത്തിൻ്റെ ഇടയിൽ എന്താണ്? നമുക്കൊരിക്കലും ക്രൗഡിങ്, അതായത് കുറേ ക്രോപ്സുകൾ ഒരുമിച്ചാവുമ്പോൾ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും അത് ക്ലാഷ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ്? ക്രൗഡിങ് അവോയ്ഡ് ചെയ്യാനാണ് ദൂരെ പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ 6 സ്റ്റെപ്സ് ചെയ്തു. എന്തൊക്കെയാണത്? 1 സീഡ്സ് സോ ചെയ്തു, അതായത് 1 സീഡ്സ് ചൂസ് ചെയ്തു, ഏത് കുരുകളാണ് വേണ്ടതെന്ന് ചൂസ് ചെയ്തു, ഏത് ഫീൽഡ്, ഏത് വയലാണ് വേണ്ടതെന്ന് ചൂസ് ചെയ്തു വിത്ത് സൺലൈറ്റ്. അതിനുശേഷം എന്താണ്? സീഡ്സ് ആർ സോൺ, ഏത് കുരുകൾ എന്താണ്? അവിടെ നട്ടു. അതിനുശേഷം എന്താണ്? ഫീൽഡ് ഇസ് ഫിൽഡ് വിത്ത് 2 inches ഓഫ് വാട്ടർ, വെള്ളം നിറച്ചു. അതിനുശേഷം എന്താണ്? വാട്ടർ ലെവൽ ഇസ് മെയിൻറ്റെയിൻഡ്, വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തു. അതിനുശേഷം എന്താണ്? ക്രൗഡിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൂരെ ആ പ്ലാന്റ്സ് ഒക്കെ പറിച്ചിട്ട് പിന്നെയും നട്ടു. അതിനുശേഷം എന്താണ്? the field is tended to till the crop matures. അതായത് ആ ഫീൽഡ് നന്നായി എന്താണ്?
അതിനെ ശരിക്കും നോക്കി എന്തൊക്കെയാണ് വെള്ളം വേണമെങ്കിൽ വെള്ളം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ആ ഒരു ഫീൽഡ് ആ ക്രോപ്പ് ഗ്രോ ചെയ്യാൻ എന്തൊക്കെയാണ് ആവശ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ടെൻഡഡ് ടു എന്ന് പറയുമ്പം കുറേ കാലം അതിനെ കുറേ അതിന് പ്രോപ്പർലി എന്ത് ചെയ്താലാണ് അത് ശരിക്കും വളരുക എന്നൊക്കെ നോക്കി നടത്തി. അതിനുശേഷം 8th സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ദ ക്രോപ്പ് ഇസ് അതിനുശേഷം എന്താണ്, ദ ക്രോപ്പ് ഇസ് റീപ്ഡ് ആൻഡ് ഡ്രൈഡ് ആൻഡ് ബീറ്റൻ. അപ്പോൾ എന്താണ്, ക്രോപ്പ് എന്താണ് ചെയ്തത്, അത് പുറത്തെടുത്തു, പിന്നെന്താണ് അതിനെ ഉണക്കി, അതിനുശേഷം എന്താണ് അതിനെ പൊട്ടിച്ചു എന്നല്ല, ബീറ്റൻ എന്ന് പറയുമ്പോൾ എന്താണ്, ആ ക്രോപ്പിൻ്റെ മൊത്തം പുറത്തെടുത്തു ഫ്രം ദ നോട്ട് ദ ഹസ്ക്, പക്ഷെ അത് എന്താണ് ഈ അരീൻ്റെ ഗ്രെയിൻസ് ഒക്കെ എന്താണ് ഭയങ്കര നീളത്തിലുള്ള ആ സംഭവത്തിലല്ലേ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ എന്താണ് കംപ്ലീറ്റ്ലി റീപ്പ് എന്ന് പറയുമ്പോൾ അത് ആ ക്രോപ്പ് ആയി. അപ്പോൾ അത് ആയപ്പോൾ എന്താണ് ചെയ്യുക, അവർ ഡ്രൈ ചെയ്തിട്ടത് ബീറ്റ് ചെയ്യും. അരി അങ്ങനെയല്ലേ കിട്ടുക. അതിനുശേഷം എന്താണ്, the grain is boiled till the husk is broken. അപ്പോൾ എന്താണ് പിന്നെ ചെയ്യുന്നത്, ആ ഹസ്ക്, അതായത് ആ പുറത്തുള്ള കവറിങ് ഇല്ലേ അരിൻ്റെ, അത് പുറത്ത് വരുന്നവരെ ആ ഗ്രെയിൻ എന്ത് ചെയ്യും, ഒരു ബോയിൽ ചെയ്യും. ആദ്യം ഡ്രൈ ചെയ്യും, ബീറ്റ് ചെയ്യും, അതിനുശേഷം ആ ഗ്രെയിൻ ബോയിൽ ചെയ്തതിന് ശേഷം എന്താണ്, കേർണൽസ്, അതായത് ആ അരിയില്ലേ, ആ അരി എന്താണ് കേർണൽസ് ആർ സെപ്പറേറ്റഡ് ഫ്രം ദ ഹൽ എന്ന് പറയുമ്പോൾ ഈ കുറച്ച് ചിലപ്പം ഉണ്ടായിരുന്ന ഈ ഹസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹസ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കവറിങ്ങോ അല്ലെങ്കിൽ കല്ല് പോലത്തെ സംഭവമോ ശരിക്കല്ലാത്ത അരികളോ അങ്ങനത്തെ അരിയിനോട് നല്ല അരി എന്താണ് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ 10 സ്റ്റെപ്സ് ഏതൊക്കെയാണ് നമ്മൾ ചെയ്തത്, സീഡ്സ് ആദ്യം ചൂസ് ചെയ്തു, ഫീൽഡ് ആദ്യം സീഡ്സും ഫീൽഡും ചൂസ് ചെയ്തു, ആദ്യം സീഡ്സ് ചൂസ് ചെയ്തു, അതായത് സൺലൈറ്റ് ഉള്ള ഫീൽഡ് ചൂസ് ചെയ്തു. അതിനുശേഷം എന്താണ് ചെയ്തത്, സീഡ്സ് പ്ലാന്റ് ചെയ്തു, സോ ചെയ്തു സീഡ്സ്. അതിനുശേഷം എന്താണ്, വാട്ടർ ലെവൽ 2 inches വരെ ആക്കി, 2 inch വെള്ളത്തിനോടുകൂടി അത് ആ ഫുൾ സ്ഥലം നിറച്ചു. അതിനുശേഷം എന്താണ്, വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തു. അതിനുശേഷം എന്താണ്, ക്രൗഡിങ് അവോയ്ഡ് ചെയ്യാൻ, അതായത് കുറേ പ്ലാന്റ്സ് ഒരുമിച്ച് ക്ലാഷ് ആയിട്ട് നശിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ക്രൗഡിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്തു, ദൂരെ പ്ലാന്റ് ചെയ്തു. അതിനുശേഷം എന്താണ്, ദ ഫീൽഡ് ഇസ് ടെൻഡഡ് ടു ടിൽ ദ ക്രോപ്പ് മെച്ചോർസ്. ഓക്കെ, ടെൻഡഡ് ടു എന്ന് പറയുമ്പോൾ അതിനെ നന്നായി നോക്കി വളർത്തിയ ക്രോപ്പിന്. അതിനുശേഷം എന്താണ്, ദ ക്രോപ്പ് ഇസ് റീപ്ഡ് ആൻഡ് ഡ്രൈഡ് ആൻഡ് ബീറ്റൻ. റീപ്ഡ് എന്ന് പറയുമ്പോൾ അത് ആയിക്കഴിഞ്ഞു, അപ്പോൾ അത് ഡ്രൈ ചെയ്തിട്ട് അവർ ബീറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ്, അത് അവർ പുഴുങ്ങി, ദ ഗ്രെയിൻ ഇസ് ബോയിൽഡ് ടിൽ ദ ഹസ്ക് ഇസ് ബ്രോക്കൻ. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അരി ആയിക്കഴിഞ്ഞു, ഇനി അരിൻ്റെ എന്താണ് ഹൽ, അതായത് ആ കല്ലോ അല്ലെങ്കിൽ ഹസ്ക്, ബാക്കിയുള്ള ഹസ്കോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ലാസ്റ്റ് ടൈം ഞാൻ നിങ്ങൾക്ക് എന്താണ് ഓക്സിലറി വേർബ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതായത് മെയിൻ വേർബിനെ സപ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡാണ് ഓക്സിലറി വേർബ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവർ കുറേ സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. അതിൽ വേർബ് ഏതാണെന്ന് നിങ്ങളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വേർബ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡൂയിങ് വേർഡ്, അതായത് ഡൂയിങ് വേർഡ്, എന്തെങ്കിലും ചെയ്യുന്ന ഒരു ശബ്ദം. അതായത് നമ്മളിപ്പം ശബ്ദമല്ല, ഒരു വാക്ക്. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം ഞാൻ പറയുന്നത് ഐ എം വാക്കിംഗ്, അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്താണ്, വാക്കിംഗ്. അപ്പോൾ ഓക്സിലറി വേർബ് എന്താണ്, ആം. അപ്പം ഈ ആം വാക്കിംഗ് ആണ് വേർബ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ആം എന്നും കൂടി പറയുന്നത്, അവർ പറയുന്നുണ്ട് വേർബും അതേപോലെ തന്നെ ബീൻ്റെ ഫോം എന്ന് പറയുമ്പോഴാണ് ഇസ്, ആർ, ആം ഇങ്ങനത്തെ കാര്യങ്ങൾ. ബീൻ്റെ ഫോമാണ് ഓക്സിലറി വേർബ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ ഏതാണ് വേർബ്, ഈസ് മെയിൻറ്റെയിൻഡ്. ഓക്കെ, ചെയ്യുന്ന വാക്ക് ഏതാണ്, ഈസ് മെയിൻറ്റെയിൻഡ്, അതായത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യുന്നൊരു ശബ്ദമാണ് ഈസ് മെയിൻറ്റെയിൻഡ്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ എന്താണ്, ഈസ് മെയിൻറ്റെയിൻഡ് ആണ് വേർബ്. നെക്സ്റ്റ് എന്താണ്, ദ ഫീൽഡ് ഈസ് ടെൻഡഡ് ടു. അപ്പോൾ ഇതിലെന്താണ്, ഈസ് ടെൻഡഡ് ആണ് വേർബ്.
കാരണം എന്താണ്, അവർ പറയുന്നു ബീൻ്റെ ഫോമും യൂസ് ചെയ്യണം എന്ന് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തുകൊണ്ട് നമ്മൾ ഇസും യൂസ് ചെയ്യും. അതിനുശേഷം എന്താണ്, ഫീൽഡ് വിത്ത് ഡിറക്റ്റ് സൺലൈറ്റ് ഇസ് പിക്ഡ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ ഇസ് മെയിൻറ്റെയിൻഡ്, നെക്സ്റ്റിൽ എന്താണ് ഇസ് ടെൻഡഡ്, തേർഡിൽ എന്താണ് ഇസ് പിക്ഡ്. അപ്പം നെക്സ്റ്റ് സെൻറ്റൻസിൽ എന്താണ് 3 വേർബ്സ് ഉണ്ട്. എന്തൊക്കെയാണത്? ദ ക്രോപ്പ് ഇസ് റീപ്ഡ്, ഡ്രൈഡ് ആൻഡ് ബീറ്റൻ. അപ്പം ഫസ്റ്റ് ആണ് ഇസ് റീപ്ഡ്, അത് കൂടാണ്ട് എന്താണ് ഡ്രൈഡ്, പിന്നെന്താണ് ബീറ്റൻ. അപ്പോൾ കോമ കൊടുത്തിട്ടാണ് ഇങ്ങനത്തെ ഈ 3 വേർഡ്സും യൂസ് ചെയ്യേണ്ടത്. ദ ഫീൽഡ് ഇസ് ഫിൽഡ് വിത്ത് 2 inches ഓഫ് വാട്ടർ. അപ്പം ഇതെന്തായിരിക്കും? ഇസ് ഫിൽഡ്, കാരണം ഫില്ല് ചെയ്യുന്ന പണിയാണ് വർക്ക് ചെയ്യുന്ന. ദ കേർണൽസ് ആർ സെപ്പറേറ്റഡ് ഫ്രം ദ ഹൾ. അപ്പോൾ ഇതെന്തായിരിക്കും? ആർ സെപ്പറേറ്റഡ് ആണ് വേർബ്. ഞാൻ പറഞ്ഞു ബീൻ്റെ വേറെ ഫോംസ് ആണ് ആം, ആർ, ഇസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ എന്താണ് വേർബായിരിക്കും. ദ പ്ലാന്റ്സ് ആർ പ്ലക്ഡ്, റീപ്ലാന്റഡ്, സ്പേസിങ് ദം ഔട്ട് ടു പ്രിവെൻറ്റ് ക്രൗഡിങ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ വേർബ്? plucked, replanted, spacing. Are plucked, replanted, spacing. Okay. ഇത്രയും കാര്യങ്ങളാണ് വേർബ്സ്. plucked, replanted, spacing. And one more is crowding. Okay. So plucked, are plucked, replanted, spacing and crowding. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വേർബ്സ്. നെക്സ്റ്റ് എന്താണ്? സീഡ്സ് ആർ സോൺ ഇൻ ദ സോയിൽ. അപ്പം ആർ സോൺ എന്നുള്ളതാണ് എന്ത് വേർബ്. അതിനുശേഷം സീഡ്സ് ആർ ചോസൺ. അപ്പം ആർ ചോസൺ ആണ് വേർബ്. ദ ഗ്രെയിൻ ഈസ് ബോയിൽഡ് ടിൽ ദ ഹസ്ക് ഈസ് ബ്രോക്കൻ. ഇവിടെ 2 സെറ്റ് ഓഫ് വേർബ്സ് ഉണ്ട്. ഈസ് ബോയിൽഡ് പിന്നെ ഈസ് ബ്രോക്കൻ. അപ്പോൾ ആദ്യം തൊട്ട് നമുക്കൊന്നും കൂടി നോക്കാം. ഫസ്റ്റ് ആണ് ഈസ് മെയിൻറ്റെയിൻഡ്, സെക്കൻഡ് ആണ് ഇസ് ടെൻഡഡ്, തേർഡ് ആണ് ഇസ് പിക്ഡ്, ഫോർത്ത് ആണ് ഇസ് റീപ്ഡ് ആൻഡ് ഇസ് റീപ്ഡ്, പിന്നെ എന്താണ് ഡ്രൈഡ്, ബീറ്റൻ. ഈ 3 കാര്യങ്ങൾ. സോറി, നെക്സ്റ്റ് എന്താണ്? ദ ഫീൽഡ് ഇസ് ഫിൽഡ് വിത്ത് ഇസ് ഫിൽഡ് ആണ് നെക്സ്റ്റ്. ഇസ് ഫിൽഡ്, അതിനുശേഷം ആർ സെപ്പറേറ്റഡ്, അതിനുശേഷം ആർ പ്ലക്ഡ്, പിന്നെ റീപ്ലാന്റഡ്, പിന്നെ സ്പേസിങ്, പിന്നെ ക്രൗഡിങ്. പിന്നെന്താണ്? സീഡ്സ് ആർ സോൺ. ഓക്കെ, ആർ സോൺ ആണ് നെക്സ്റ്റ്. സീഡ്സ് ആർ ചോസൺ ആണ് നെക്സ്റ്റ്. ലാസ്റ്റ് എന്താണ്? ഇസ് ബോയിൽഡ്, ഇസ് ബ്രോക്കൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇവിടെ വേർബ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. ഫാമിങ്ങിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പ്രോപ്പർലി പറയുക അത് പഠിച്ചു. അതിൻ്റെ കൂടെ തന്നെ എന്താണ് പഠിച്ചത്? വേർബ്സ്, അതായത് എന്താ പറയുക, ഓക്സിലറി വേർബും മെയിൻ വേർബും ഒരുമിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് രണ്ടും ഒരുമിച്ച് നമ്മൾ എങ്ങനെയാണ് പറയുക, നമ്മളോട് വേർബ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വേറൊരു കാര്യം ഇതാണ്, അവരെന്താണ് ഈ പാറ്റേൺ എല്ലാം ഫോം ചെയ്യുന്നുണ്ടോ? അബ്സല്യൂട്ട്ലി. അപ്പം എല്ലാ സെൻറ്റൻസിലും എന്താണ്? ഫോം ഓഫ് ബി, അതായത് ഓക്സിലറി വേർബാണ് ആദ്യം, അതിന് ശേഷമാണ് ബാക്കി വേർബ്സ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. Dabney and his family are on a trip. They stay at a hotel, visit a school, go to a studio to get their pictures taken, and go to a hospital. They are trying to list out the things that are normally done at the following places. Make sure you use the same sentence structure as given in the examples. Okay, അപ്പോൾ ഇവിടെ എന്താണ്? കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഒരു സ്കൂളുണ്ട്, പിന്നെന്താണ് ഹോട്ടലുണ്ട്, സ്കൂളുണ്ട്, സ്റ്റുഡിയോ ഉണ്ട്, പിന്നെ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഈ 4 സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അത് നമ്മൾ ഈ ഒരു ഫോമിൽ തന്നെ എഴുതണം. ഡിസിപ്ലിൻ ഇസ് ടോട്ട്. അപ്പം ദേ ടീച്ച് ഡിസിപ്ലിൻ എന്നല്ല നമ്മൾ പറയേണ്ടത്, ഡിസിപ്ലിൻ ഇസ് ടോട്ട്. അപ്പോൾ ഇതെന്ത് വോയിസ് ആണ്? ആർക്കാണ് പറയാൻ പറ്റുക? ഇതാണ് പാസീവ് വോയിസ്. ഓക്കെ, ആക്റ്റീവ് പാസീവ് വോയിസ് ഞാൻ അന്നും പറഞ്ഞു തന്നിരുന്നു. പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യം ഒബ്ജക്റ്റ് വരും. അപ്പം ദേ ടീച്ച് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസിപ്ലിൻ ഒബ്ജക്റ്റ് ആയി പോവും. ദേ ആണ് ഡൂവർ ഓഫ് ദ ആക്ഷൻ. പക്ഷേ ഇവിടെ എന്താണ്? ഡൂവർ ഓഫ് ദ ആക്ഷൻ പിന്നെയാണ് വരിക. അപ്പോൾ ഡിസിപ്ലിൻ ആണ് ആദ്യം വരിക. ഡിസിപ്ലിൻ ഇസ് ടോട്ട്. വേറെ എന്താണ്?
സബ്ജക്ട്സ് ആർ ലേൺഡ്, ക്യാരക്ടർ ഇസ് മോൾഡഡ്, കോൺഫിഡൻസ് ഇസ് ബിൽഡ്. അപ്പം എന്താണ് 3 കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുള്ളത് എന്തൊക്കെയാണ്? സബ്ജക്ട്സ് ആർ ലേൺഡ്, ക്യാരക്ടർ ഇസ് മോൾഡഡ്, കോൺഫിഡൻസ് ഇസ് ബിൽഡ്. അതിനുശേഷം ഹോട്ടലിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? മീൽസ് ആർ സെർവ്ഡ്. അപ്പം മീൽസ് ആർ സെർവ്ഡ്, അതായത് ഭക്ഷണം അവിടെ കിട്ടും. ബോർഡിംഗ് ഈസ് പ്രൊവൈഡഡ്, നിൽക്കാൻ ഒരു സ്ഥലം കിട്ടും, താമസിക്കാൻ. സെലിബ്രേഷൻസ് ആർ ഹെൽഡ്, അവിടെ എന്താണ് സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ, ആഘോഷങ്ങളൊക്കെ അവിടെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും, ഹോൾഡ് ചെയ്യാൻ പറ്റും. മീറ്റിംഗ്സ് ആർ കണ്ടക്റ്റഡ്, മീറ്റിംഗ്സ് ഒക്കെ പൊതുവേ നമുക്ക് ഹോട്ടലിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സ്റ്റുഡിയോയിൽ എന്താണ്? ഫോട്ടോസ് ആർ ടേക്കൻ ഇൻ സ്റ്റുഡിയോ, ഫോട്ടോസ് എടുക്കും. ഓൾഡ് പിക്ചേഴ്സ് ആർ റീസ്റ്റോർഡ്, അതായത് പഴയ ഫോട്ടോസൊക്കെ എന്താണ്, അത് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ റീസ്റ്റോർ ആയിപ്പെടും. ആൽബംസ് ആർ ക്രിയേറ്റഡ്, കുറേ ആൽബംസ് ഉണ്ടാക്കും. പ്രിൻറ്റ്സ് ആർ ടേക്കൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റുഡിയോയിൽ നടക്കുന്നത്. അപ്പം 3 സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ ഡിസിപ്ലിൻ ഇസ് ടോട്ട്, സബ്ജക്ട്സ് ആർ ലേൺഡ്, ഡിസിപ്ലിൻ നമുക്ക് കിട്ടും, സബ്ജക്റ്റ് നമ്മൾ പഠിക്കും, ക്യാരക്ടർ നമ്മളത് മോൾഡ് ആവും, കോൺഫിഡൻസ് ഇസ് ബിൽഡ്, നമ്മൾ കോൺഫിഡൻറ്റ് ആൾക്കാരാവും. അപ്പം ഈ 4 കാര്യങ്ങളാണ് ഇവിടെ സ്കൂളിൻ്റെ ഇടയിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ എന്താണ്? ഹോട്ടലിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സ്റ്റുഡിയോയും അതേപോലെ തന്നെ. നെക്സ്റ്റ് എന്താണ്? ഹോസ്പിറ്റൽ എന്താണ്? ഡിസീസസ് ആർ ഡയഗ്നോസ്ഡ്, മെഡിസിൻസ് ആർ ഗിവൻ, സർജറി ഈസ് കണ്ടക്റ്റഡ്. ഓക്കെ, അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുക? എന്ത് അസുഖമാണ് ഉള്ളത് എന്ന് ഡിറ്റക്റ്റ് ആവും. പിന്നെ എന്താണ്? മെഡിസിൻസ് ആർ ഗിവൻ, അതായത് എന്ത് മരുന്നാണ് ഉള്ളത് എന്ന് അത് മരുന്ന് നമുക്ക് തരും. പിന്നെ എന്താണ്? സർജറി നടക്കും. വേറൊന്ന് എന്താണ്? പേഷ്യൻസ് ആർ ട്രീറ്റഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ എന്താണ് എഴുതിയിട്ടുള്ളത്? ഏജൻറ്റ്സ് മീൻ ഡൂവർ ഓഫ് ദ ആക്ഷൻ. അപ്പം ആക്ഷൻ ചെയ്യുന്ന ഒരാളുണ്ടാവും, പിന്നെ ആരാണ് ആക്ഷൻ ചെയ്തത് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ആക്ഷൻ ചെയ്ത ആളെ കാണാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു പാസീവ് വോയിസിൽ എപ്പോഴും എന്താണ് ആക്ഷൻ അല്ലെങ്കിൽ ആക്ഷൻ ആരോടാണ് ചെയ്യുന്നത് അതാണ് കൂടുതൽ. അപ്പോൾ ഇവിടെ എന്താണ്? ദ ഏജൻറ്റ്സ് ആർ ലെഫ്റ്റ് ഔട്ട് ബിക്കോസ് ദ പാസീവ് കൺസ്ട്രക്ഷൻസ് ഫോക്കസ് മോർ ഓൺ ദ ആക്ഷൻ ദാൻ ദ ഏജൻറ്റ്. അപ്പം ചെയ്യുന്ന കാര്യത്തിലാണ് കൂടുതൽ ഫോക്കസ്, ചെയ്യുന്ന ആളെക്കാട്ടും ചെയ്യുന്ന കാര്യത്തിലാണ് കൂടുതൽ ഫോക്കസ്. കാരണം ഇത് പാസീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ പാസീവ് സെൻറ്റൻസ് എങ്ങനെയായിരിക്കും എപ്പോഴും ഓർത്തു വെച്ചോ. നെക്സ്റ്റ് എന്താണ്? ദിസ് ഈസ് ഡാബ്നി ആൻഡ് ഹിസ് ഫാമിലി അറ്റ് ദ റിസോർട്ട്. ലുക്ക് അറ്റ് വാട്ട് ഈസ് ബീങ് ഡൺ. അപ്പോൾ അവരുടെ റിസോർട്ടിലാണ് എന്താണ് അവർ ചെയ്യുന്നത്? ഡാബ്നി ഈസ് വാട്ടറിങ് ദ പ്ലാന്റ്സ്, ദ കെയർ ടേക്കർ ഈസ് വൈപ്പിംഗ് ദ വിൻഡോ, ജാക്ക് ഈസ് റീഡിങ് എ ന്യൂസ് പേപ്പർ, ഗ്രാൻഡ്മ ഈസ് ഡ്രിങ്കിങ് ടീ. പിന്നെ എന്താണ്? കാറ്റ് ഈസ് കെയറിങ് ദ ബേർഡ്സ്, വിനി ഈസ് ട്യൂണിങ് ദ റേഡിയോ. ഇനി എന്താണ്? ഈ സെൻറ്റൻസുകളൊക്കെ എന്താണ് നമ്മൾ റീറൈറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഇവിടെ എന്താണ്? ഡാബ്നി ഈസ് വാട്ടറിങ് ദ പ്ലാന്റ്സ്. അപ്പം അതെങ്ങനെയാണ് റീറൈറ്റ് ചെയ്യുക? അത് റീറൈറ്റ് ചെയ്തിട്ട് എന്താണെന്ന് എഴുതിയിട്ടുള്ളത്? പ്ലാന്റ്സ് ആർ ബീങ് വാട്ടേർഡ് ബൈ ഡാബ്നി. പ്ലാന്റ്സ് എന്താണ്? ഡാബ്നി വാട്ടർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറ്റിയത്? ആക്ഷനിലേക്കാണ് കൂടുതൽ ഫോക്കസ്. ആക്ഷനും ആരുടെ മേലെയാണ് ആക്ഷൻ ചെയ്തിട്ടുള്ളത് അതാണ് ഫോക്കസ്, ചെയ്യുന്ന ആളല്ല ഫോക്കസ്. അതാണ് പാസീവ് സെൻറ്റൻസ്. അപ്പം ഇവിടെ തന്ന സെൻറ്റൻസസ് ഒക്കെ എന്താണ്? ആക്റ്റീവ് സെൻറ്റൻസസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് പാസീവിലേക്ക് മാറ്റണം. നെക്സ്റ്റ് സെൻറ്റൻസ് എന്താണ്? ദ കെയർ ടേക്കർ ഈസ് വൈപ്പിംഗ് ദ വിൻഡോ. അപ്പോൾ എന്താണ്? ദ വിൻഡോ ഈസ് ബീങ് വൈപ്ഡ് ബൈ ദ കെയർ ടേക്കർ. അപ്പം മെയിൻസ് ആളാരാണ്? കെയർ ടേക്കർ, ഡൂവർ ഓഫ് ദ ആക്ഷൻ. പക്ഷെ അയാൾ എന്താണ്? ആ സെൻറ്റൻസിൽ ലാസ്റ്റ് ആയി പോവും പാസീവ് സെൻറ്റൻസ് ആണെങ്കിൽ. ദ വിൻഡോ ഈസ് ബീങ് വൈപ്ഡ് ബൈ ദ കെയർ ടേക്കർ. ആദ്യം തന്നെ അത്. നെക്സ്റ്റ് എന്താണ്? ജാക്ക് ഈസ് റീഡിങ് എ ന്യൂസ് പേപ്പർ. അപ്പോൾ ഇതിൻ്റെ പാസീവ് എന്തായിരിക്കും? എ ന്യൂസ് പേപ്പർ ഈസ് ബീങ് റെഡ് ബൈ ജാക്ക്. അപ്പോൾ ഇവിടെ പിന്നെയും എന്തായി? ജാക്കാണ് മെയിൻ, അതായത് ഡൂവർ ഓഫ് ദ ആക്ഷൻ. പക്ഷേ ജാക്ക് എന്താണ്? ലാസ്റ്റിലാവും. ആരുടെ മുകളിലാണ് നമ്മൾ ആക്ഷൻ ചെയ്യുന്നത് അവർ ഫ്രണ്ടിൽ വരും, ആ ആക്ഷനും ഫ്രണ്ടിൽ വരും. അപ്പം ആ ന്യൂസ് പേപ്പർ ഈസ് ബീങ് റെഡ് ബൈ ജാക്ക്. ഗ്രാൻഡ്മ ഈസ് ഡ്രിങ്കിങ് ടീ. അപ്പോൾ ഇതെന്തായിരിക്കും? ടീ ഈസ് ബീങ് ഡ്രങ്ക് ബൈ
grandma. Okay, the cat is scaring the birds. The birds are being scared by the cats. Winnie is tuning the radio. The radio is being tuned by Winnie. ഓക്കെ, അപ്പം ഈ സെൻറ്റൻസസ് ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസസ് ഒക്കെ എന്താണ്? ആക്റ്റീവ് സെൻറ്റൻസസ് ആണ്. നമുക്കിതൊക്കെ എന്താണ്? പാസീവായിട്ട് മാറ്റണം. അപ്പം ഈ 2 ഫോംസ് ഓഫ് സെൻറ്റൻസസും നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പഠിക്കണം. ആക്റ്റീവ് സെൻറ്റൻസസ് നമ്മൾ എപ്പോഴും ഓർക്കണം, അവരെന്തിലാണ് ഫോക്കസ് ചെയ്യുക? ആരാണ് ആക്ഷൻ ചെയ്യുന്നത്, അതിനുശേഷം ആക്ഷൻ, അതിനുശേഷം ആരുടെ മുകളിലാണ് ആക്ഷൻ ചെയ്യുന്നത്. പക്ഷെ പാസീവ് സെൻറ്റൻസസ് ആകുമ്പോൾ എന്താണ്? എപ്പോഴും ആക്ഷൻ ആരുടെ മുകളിലാണ് നമ്മൾ ചെയ്തത്, അവരാണ് ഫോക്കസ്. Okay, I hope you understood. Thank you.